ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. ചിക്കൻ ചിന്താമണി എന്നാണ് പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വറമുളക് ഒരു 10 എണ്ണം രണ്ടായി മുറിച്ചിട്ടുണ്ട്. പിന്നെ 2 പിടി ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ജീരകം, കറിവേപ്പില, മല്ലിയില, പെപ്പർ പൊടി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് ഏകദേശം. അതിലോട്ട് നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചിന്താമണി കോയമ്പത്തൂരും ഈറോഡൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പം നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ വറമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 വറമുളകാണ് എടുത്തിരിക്കുന്നത്. അതിന് 2ആയിട്ട് കീറിയതാണ്. നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വറമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടെ. ഞാനിവിടെ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചിക്കനിലെ വെള്ളം തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിന്താമണി നല്ലൊരു സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കുരുമുളക് പൊടി ഒരു 3 പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിന്താമണി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുരുമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. എല്ലാവിടെയും ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്